ബ്ലഡിൽ ക്രിയേറ്റിൻ്റെ അളവ് കൂടുതലുള്ള ആൾക്കാർ വീണ്ടും ഈ വൃക്കകൾക്ക് തകരാറുണ്ടാവാതിരിക്കാനായിട്ട് ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അതിൽ ആദ്യത്തേത് റെഡ് മീറ്റ് തന്നെയാണ്. ബീഫ്, മട്ടന്, പോർക്ക് ഇതുപോലുള്ള സാധനങ്ങൾക്കകത്ത് പ്രോട്ടീനും ക്രിയേറ്റിനും കൂടുതലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് പാചകം ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റിൻ കൂടുതലായിട്ട് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് പരമാവധി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങളാണ്. അച്ചാറ്, പപ്പടം, ഉണക്കമീന്, ചിപ്സ്, ഈ ടിന്നിലടച്ച സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഇതുപോലുള്ള സാധനങ്ങൾ. ഈ ഉപ്പ് കൂടുതലായിട്ട് അകത്ത് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് BP കൂടുകയും ഈ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങളാണ്. ഈ വൃക്കയുടെ പ്രവർത്തനം തകരാറിലാവുന്ന സമയത്ത് പൊട്ടാസ്യത്തെ പുറന്തള്ളാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഈ പൊട്ടാസ്യം കൂടുതലുള്ള വാഴപ്പഴം, ഉരുളക്കിഴങ്ങ്, ഈ ചീര പോലുള്ള ഇലക്കറികൾ, തക്കാളി, ഓറഞ്ച് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. നാലാമത്തേന്ന് പറഞ്ഞാൽ ഈ ഫോസ്ഫറസ് കൂടുതലുള്ള ഭക്ഷണങ്ങളാണ്. പാല്, തൈര്, ചീസ്, അണ്ടിപ്പരിപ്പ് പോലുള്ള സാധനങ്ങൾ, പിന്നെ കൊക്കക്കോള ഇതിനകത്തൊക്കെ ഫോസ്ഫറസ് കൂടുതലാണ്. ഇത്തരം സാധനങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആണ്. അതും കഴിക്കാൻ പാടില്ല. പിന്നെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അത് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് തന്നെ ചോദിച്ചിട്ട് എത്ര ക്വാണ്ടിറ്റി വെള്ളം ഒരു ദിവസം കുടിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത്രയും മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക.